രാഷ്ട്രീയത്തിലേക്കുള്ള തന്റെ മടങ്ങിവരവ് കഴിഞ്ഞ ദിവസം വി.കെ. ശശികല പ്രഖ്യാപിച്ചത് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിയോടെ എഐഎഡിഎംകെ പൂർണ്ണമായി തകർന്നുവെന്ന് കരുതാൻ കഴിയില്ലെന്ന് പറഞ്ഞ വി.കെ. ശശികല തന്റെ തിരിച്ചുവരവ് ആരംഭിച്ചുവെന്നും 2026 അമ്മയുടെ ഭരണം തിരികെ കൊണ്ടുവരുമെന്നുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എടപ്പാടി കെ പളനിസ്വാമി സർക്കാരിനോട് ശരിയായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നില്ലെന്ന് പറഞ്ഞ ശശികല പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ താൻ ചോദ്യങ്ങൾ ചോദിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. തമിഴ് രാഷ്ട്രീയത്തിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കെൽപ്പുള്ളതാണ് ജയലളിതയുടെ തോഴിയുടെ ഈ പ്രഖ്യാപനം. നേരത്തെ തന്നെ എഐഎഡിഎംകെയുടെ നേതൃത്വം എടപ്പാടി പളനിസ്വാമിയിൽ നിന്ന് പലവട്ടം പിടിച്ചെടുക്കാൻ ശ്രമം നടത്തി പരാജയപ്പെട്ട ശശികല തന്റെ അനുയായികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് തിരിച്ചുവരവ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇത്തവണ പിഴയ്ക്കാത്ത ലക്ഷ്യങ്ങളുമായാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അവർ ഇറങ്ങുന്നതെന്ന് വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച ശശികല പാർട്ടിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നതെന്ന് നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ്. നിറഞ്ഞ കയ്യടികളോടെയാണ് വി.കെ. ശശികലയുടെ വാക്കുകൾ അണികൾ സ്വീകരിച്ചത്. തന്റെ മടങ്ങിവരവ് എഐഎഡിഎംകെയുടെ പുനരുജ്ജീവനമാവുമെന്ന നിലയിലായിരുന്നു ശശികലയുടെ ഓരോ വാക്കുകളും എന്നതും ശ്രദ്ധേയമാണ്. തമിഴ്നാട്ടിലെ ജനങ്ങൾ നമ്മുടെ പക്ഷത്താണ്. ഞാൻ വളരെ ശക്തയാണ്. എഐഎഡിഎംകെയുടെ കാലം കഴിഞ്ഞുവെന്ന് വിധിയെഴുതാൻ കഴിയില്ല. കാരണം ഞാൻ മടങ്ങി വരികയാണെന്നാണ് അവർ അണികളോട് പറഞ്ഞത്. ഇതിനു പിന്നാലെ താൻ ഉടൻ തന്നെ സംസ്ഥാന വ്യാപകമായി ഒരു പര്യടനം ആരംഭിക്കുമെന്നും കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്നും DMK സർക്കാർ അതിന് ഉത്തരം നൽകണമെന്നും അവർ പറയുകയുണ്ടായി. കൂടാതെ എഐഎഡിഎംകെയിൽ ജാതി രാഷ്ട്രീയം വീണ്ടും സ്വാധീനം സ്ഥാപിച്ചതായി അവർ ആരുടെയും പേരെടുത്തു പറയാതെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരേ നിലവാരത്തിൽ പോരടിച്ചു നിന്ന പാർട്ടികളായിരുന്നു എഐഎഡിഎംകെയും നിലവിലെ ഭരണകക്ഷിയായ DMKയും. എന്നാൽ ഇടയ്ക്ക് വെച്ച് DMK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ അഭൂതപൂർവമായ വളർച്ച കാട്ടിയപ്പോൾ എഐഎഡിഎംകെ താഴേക്ക് പോവുകയായിരുന്നു. നിലവിൽ സംസ്ഥാനത്തെ അവരുടെ നില തികച്ചും പരിതാപകരമാണ്. ഇത് സ്റ്റാലിൻ സർക്കാരിന് കാര്യമായ പ്രതിപക്ഷ ഭീഷണിയോ എതിർപ്പുകളോ ഇല്ലാതാക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഇതേ വിടവിലേക്കാണ് ശശികലയ്ക്ക് മുൻപ് തന്നെ തമിഴ് സിനിമയിലെ സൂപ്പർ താരം വിജയ് തന്റെ പുതിയ പാർട്ടിയുമായി കടന്നുകയറാൻ ശ്രമിക്കുന്നത്. തന്റെ ജനപിന്തുണയും ആരാധക ബാഹുല്യവും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തുറന്നു കാട്ടാനാണ് വിജയുടെ ശ്രമം. അതിനു പിന്നാലെയാണ് ഒരു കാലത്ത് എഐഎഡിഎംകെയിലെ ശക്തയായ ശശികല തന്റെ മടങ്ങിവരവും പ്രഖ്യാപിക്കുന്നത്. ഇതോടെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ഈസി വേക്ക് ഓവർ ആയിരിക്കില്ല DMKക്ക് ലഭിക്കുക എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ശശികലയുടെ ശക്തമായ നേതൃത്വത്തിൽ എഐഎഡിഎംകെ തിരിച്ചു വരികയും വിജയ് കരുത്തു തെളിയിക്കുകയും ചെയ്താൽ തമിഴ്നാട്ടിൽ മാറ്റമുണ്ടാകും. അങ്ങനെ സംഭവിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം സ്റ്റാലിൻ എതിരാളികളില്ലാതെയാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പൂർവാധികം ശക്തിയോടെ ഇവർ ഇറങ്ങിയാൽ തമിഴ്നാട്ടിൽ കാണാൻ പോകുന്നത് വലിയ സംഭവവികാസങ്ങൾ തന്നെയാകും.